നമ്മൾ വറുത്തില്ലേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി വറുത്ത്, അതായത് കപ്പ ഇറച്ചി വെക്കണതിൽ വറുത്തിടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൽ വേവിക്കാം. കാരണം ഇല്ലല്ലോ അടപ്പത്തിട്ട് കഴിഞ്ഞാൽ വേവില്ല. നമുക്കിനി കുക്കറിലേക്ക് മാറ്റണ്ട. ഇതിങ്ങനെ തിരുമ്പുമ്പോൾ തന്നെ വറുത്ത മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക വാസന വരുന്നുണ്ട് കേട്ടോ. ഞാൻ തിരുമ്പുമ്പോൾ തന്നെ നല്ല മണം വരും. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കപ്പയാണ് കേട്ടോ. അപ്പോൾ ഇത് 4 കിലോ കപ്പയുണ്ട് കേട്ടോ. ഇത് 2 കിലോ, 1 കിലോ എല്ലും 1 കിലോ ഇറച്ചിയും കൂടി ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് നന്നായിട്ട് വെന്തിട്ട് ഇത് ഉടയ്ക്കുമ്പോൾ അതിലേക്ക് തുടയ്ക്കുമ്പോൾ ഞാനൊരു ചെറുപ്പത്തിലേക്ക് ഇട്ട് ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട, നിങ്ങളിത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം നമ്മുടെ ബീഫും എല്ലും ബീഫും കൂടി വെന്ത് ഇതേണ്ട നല്ല തിളച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ഈ കപ്പയിലോട്ട് അങ്ങ് തട്ടാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണേ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളൊരു ലേശം മസാലപ്പൊടികളും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേളിൽ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു വറവിട്ട് നമ്മൾ മസാലയൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചത് തന്നു. ഇനി നമ്മളിതേ ചെറുള്ളി ഒരു 10-25 എണ്ണം, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, കുറച്ച് വേപ്പിലയൊക്കെ വെളിച്ചെണ്ണയിൽ വറുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വാസന വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇത് ഉണ്ടാക്കി. ഇപ്പം ഇതിൻ്റെ അടുത്ത് കൊതി മൂത്ത് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇച്ചിരി അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെ കേട്ടോ. ഞാനൊരു വാഴയിലേക്ക് കുറച്ച് എല്ലാം കപ്പയും കൂടി മാറ്റുവാണ്. ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ലേശം.